വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഗരുഡ് എന്നുള്ള തമിഴ് സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിൽ ഞാൻ 3 പടങ്ങളുണ്ടായിരുന്നു. ആ പടങ്ങൾ അഭിപ്രായങ്ങൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എടുത്ത് കണ്ടു നോക്കിയാൽ മതി. ഇൻകമൻ്റായിട്ട് ഇട്ടേക്കാം. ഇത് എൻ്റെ ഇന്നത്തെ 4ാമത്തെ സിനിമയാണ്. ഇവിടുത്തെ സ്ക്രീൻ 6ൽ ഇന്നത്തെ എൻ്റെ 2ാമത്തെ സിനിമയാണ്. സ്ക്രീൻ 6ൽ ഞാൻ മുന്നേ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നവർ സ്ക്രീൻ 5-ലൊരു സിനിമ കണ്ടിട്ടില്ല. ലാസ്റ്റ് കൊണ്ടൊന്നും പോകാണ്ട് നമ്മൾ ടിക്കറ്റ് പൈസ കൊടുത്ത് എത്താണ്ടോ. ഈ ഒരു മനുഷ്യൻ വെട്രിമാരൻ, ഈ ഒരു ഒറ്റ പേരോ മുഖമോ കണ്ടാൽ മതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ. അത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ എവിടെ പോയി സ്പർശിച്ചിട്ടുണ്ടോ, എവിടെ ഈ മനുഷ്യൻ്റെ പേര് വന്നിട്ടുണ്ടോ, അവിടെയൊക്കെ സിനിമ നന്നായിട്ടേ ഉണ്ടാവുള്ളൂ. ഇതും അങ്ങനെ തന്നെയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും വെട്രിമാരൻ തന്നെയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അയ്യോ സൂരി, നിങ്ങൾ ഇത്ര നാൾ എന്ത് ചെയ്യുമായിരുന്നു എൻ്റെ മനുഷ്യ? ഇതുപോലെയുള്ള റോളുകളല്ലേ നിങ്ങൾ എടുക്കേണ്ടത്. അതിന് വെട്രിമാരൻ വേണ്ടി വന്നു നിങ്ങളെ വിടുതലിലൂടെ നമ്മളെ വേറൊരു രീതിയിൽ കാണിച്ചു തരാനായിട്ട്. എന്ത് പെർഫോമൻസ് ആടി! ഈ വെട്രിമാരൻ തന്നെ സിനിമകൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൊല്ലാതവൻ പോലത്തെ സിനിമ എടുക്കും, നമ്മുടെ വടച്ചെന്നൈ പോലത്തെ സിനിമ എടുക്കും, നമ്മുടെ വിടുതലൈ പോലത്തെ ഒരു സിനിമ എടുക്കും. പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫിയിലെ പല പല ടൈപ്പാണ്. അസുരം പോലത്തെ സിനിമ എടുക്കും. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് മാസ് ഓഡിയൻസിനെയും പ്ലേസ് ചെയ്യും, ക്ലാസ് ഓഡിയൻസിനെയും പ്ലേസ് ചെയ്യും, എല്ലാ തരം ഓഡിയൻസിനെയും പ്ലേസ് ചെയ്യുന്ന ഒരു കിടിലൻ പെർഫോമൻസ് ബേസ്ഡ് പടം. ഇതിനകത്ത് ഉണ്ണിമൂന്തൻ സിനിമ കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സെയിം ഷോയിൽ. ഞാൻ പേഴ്സണലി ചെന്ന് കൈ കൊടുത്ത് പറഞ്ഞു കിടിലൻ പെർഫോമൻസ് എന്ന്. അത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, സിനിമ കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു. ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മേപ്പടിയാന് ശേഷം എനിക്ക് ഉണ്ണിമൂന്തനെ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ ഇപ്പോൾ ഇതാണ്. ഇതിനകത്തുള്ള ഉണ്ണിമൂന്തൻ്റെ ക്യാരക്ടർ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ഉണ്ട്. എൻ്റെ അളിയ ഒരു രക്ഷയില്ലായിരുന്നടി. 3 പേരും സൂര്യ ഇൻ്റർവൽ ബ്ലോക്ക് കയ്യിലെടുത്ത്, പക്ഷെ എന്നാലും അതിൻ്റെ കൂടെ തന്നെ ഇവർ 3 പേരും, ശശികുമാർ, അതിലേക്ക് ഞാൻ വരാം, ശശികുമാർ നടുക്ക് സൂരി, സൈഡിൽ ഉണ്ണിമൂന്തൻ, ഒരു ഫ്രെയിം ഉണ്ട്. എൻ്റെ അമ്മോനി കിടിലൻ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ അമ്മാതി രോമാഞ്ചം ഫീൽ ചെയ്ത് കിടിലൻ ഇൻ്റർവൽ ബ്ലോക്ക് ആയിരുന്നു. ഈ സാധനമായിരുന്നു കട്ട മാസ് സാധനം. ഈ തമിഴ് എന്നുള്ള മാസ് മൂവീസ് കണ്ട് മലയാള സിനിമയുള്ളവർ കുറേ പേര് പഠിക്കണം എങ്ങനെ മാസ് പടം എടുക്കണം എന്നുള്ളത്. അമ്മാതിരി സാധനമായിരുന്നു ആ ഇൻ്റർവൽ ബ്ലോക്ക്. കിടിലൻ ഐറ്റം. ഉണ്ണിമൂന്തൻ അടിച്ച് കസറി എന്ന് പറയണം ഈ സിനിമയിൽ. സെക്കൻഡ് ഹാഫിൽ ഉണ്ണിമൂന്തൻ വിളയാട്ടമാണ്. എന്നാൽ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിഞ്ഞൊന്ന് എനിക്ക് എൻ്റെ അമർഷം കാണിക്കണമെന്ന് തോന്നിപ്പോയി. കാരണം അതുപോലെ പുള്ളി അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പുള്ളിയെ അത്ര ദേഷ്യം വരും, അത്രയും എന്താണ് നമുക്ക് ദേഷ്യം വരുന്ന രീതിയിലൊരു പ്രകടനമാണ് ഉണ്ണിമൂന്തൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് മനോഹരമായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് വെറുപ്പായി പോകും പുള്ളിയുടെ ക്യാരക്ടറിനോട്. അത്ര ഭംഗിയായിട്ട് ഉണ്ണിമൂന്തൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ അത് നേരിട്ട് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇതിനകത്ത് മലയാളി കൂടിയായ ശിവദ, ശ്രീലക്ഷ്മി ചേച്ചി എൻ്റെ സീനിയറായിരുന്നു, എൻ്റെ കൂട്ടുകാരൻ്റെ ഇടത്തിയമ്മയും കൂടിയാണ്. അതുകൊണ്ട് പറയാനല്ല, ചേച്ചി ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശിവദ എന്നുള്ള പേരിലാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. ചേച്ചി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചി ഇമോഷണൽ സീൻസ് അത് ഏത് സിനിമയായാലും ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ്. മലയാളത്തിലാണെങ്കിൽ പോലും ലൂസിഫറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്ദ്രജിത്തിൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടറിൽ. അങ്ങനെ ഒരുപാട് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചേച്ചി ഇതിനകത്ത് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മേരി ആവാസുനോലും ജയസൂര്യ ചേട്ടൻ്റെ വൈഫായിട്ട് അഭിനയിച്ചതാണ് ക്യാരക്ടറായിട്ട്. നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും ചേച്ചിക്ക്. ഈ ഇമോഷണൽ സീൻസ് ചേച്ചിയുടെ ഒരു തട്ടകയാണ്. ചേച്ചി അത് സൂപ്പറായിട്ട് ചെയ്യും. ഇതിനകത്തും അടിപൊളിയായിട്ട് ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഇമോഷണൽ രംഗമുണ്ട്. അതൊക്കെ ചേച്ചി വെറുതെ പീസ് ഓഫ് കേക്ക് വാക്ക് രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശശികുമാർ ആൻഡ് സമുദ്രകനി 2 പേരും ഡയറക്ടേഴ്സാണ്, ഉറ്റ സുഹൃത്തുക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്യാറുള്ളവരാണ്. എൻ്റെ പൊന്നു എന്തൊരു ചാമാണ് ഇവർക്ക് 2 പേർക്കും. സമുദ്രകനീനെ അറിയാൻ പാടാത്തവർക്കായിട്ട് പറഞ്ഞു, സിമ്പിളായിട്ട് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒപ്പം സിനിമയില വില്ലൻ. സ്പോയിലറാണല്ലോ, പക്ഷെ പറഞ്ഞു പോയി. എന്തായാലും ഒപ്പം കാണാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്, എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് മലയാളത്തിലാണ്. പുള്ളി ഒരുപാട് വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഒപ്പത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി പുള്ളിക്ക് വേറെയാണ്. ഇവർ 2 പേരും കൂടെ ഒന്നിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സമുദ്രകനി ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ള സിനിമയുണ്ട് ശശികുമാർ. അതുപോലെ ശശികുമാർ ഡയറക്റ്റ് ചെയ്തതിൽ സമുദ്രകനി കൂടി അഭിനയിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കൺകൾ റന്താൽ പാട്ടുള്ള
സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാത്തിലും അതിനകത്ത് പുള്ളി വില്ലനായിരുന്നു സമുദ്രകനി. എൻ്റെ പൊന്നോ, ഇതിനകത്ത് പക്ഷെ വില്ലൻ റോളല്ല, ഒരു സൂപ്പർ പോലീസ് കഥാപാത്രമാണ്. നന്നായിട്ട് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശശികുമാർ, വാട്ട് എ ലവബിൾ മാൻ. ചാപ്റ്റേഴ്സ് എന്നുള്ള സിനിമ എനിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ജോണി ആൻ്റണി ആയിരുന്നു തോന്നുന്നുണ്ട് സിനിമയുടെ സംവിധായകൻ. ഞാൻ തിയേറ്ററിൽ സരിതയിൽ പോയി കണ്ടതാണ് ആ സിനിമ. സരിതയിലായിരുന്ന സംഗീതയിലാണ്, എവിടെയാണ് ഞാൻ കണ്ടത്. അന്ന് ഞാൻ ശശികുമാറിനെ നേരിട്ട് കണ്ടിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കണ്ട സ്ഥലം കോമഡി ആയിരുന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോയപ്പോഴാണ് പുള്ളി സൈഡിൽ വന്ന് ടോയ്ലറ്റ് വരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുത്തു. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ. ഭയങ്കര അടിപൊളി മനുഷ്യനാണ്, നേരിട്ട് ഭയങ്കര ഹമ്പിളാണ്. അതുപോലെ തന്നെ പുള്ളി ഒരു ഗംഭീര ആക്ടറാണ്. പുള്ളിയുടെ പല മൂവീസ് കിടിലൻ സാധനങ്ങളാണ്. റീമേക്ക് വരെ ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്. ആ മലയാളം റീമേക്കിൽ അമല പോളൊക്കെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് സിനിമ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടിപൊളി ഒരു ആക്ടർ. ഇതിനകത്ത് പുള്ളിക്ക് കുറേ നാൾക്ക് ശേഷം നല്ലൊരു ഒരു വളരെ മനോഹരമായിട്ടൊരു റോള്. ഓൾ താങ്ക്സ് ടു ദി ബ്രില്യൻ റൈറ്റിംഗ് ഓഫ് വെട്രിമാരൻ. പറയാൻ ഒരുപാടുണ്ട് കിടിലം പടം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറയുന്നതിനോട് എനിക്ക് നീതി പുലർത്താൻ പറ്റില്ല. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു ഗംഭീര മാസ് ചിത്രം തന്നെയാണ്. അത് മാത്രമല്ല ഇതിലെ ക്യാരക്ടർ ഗ്രാഫ്, സൂര്യനെ മാസ് പോർട്രേ ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് സൂര്യ ഭയങ്കര അണ്ടർപ്ലേസ് ആയിട്ട് ഇടയിൽ വെച്ചിട്ട് കുറേ സാധനങ്ങൾ വരും. എൻ്റെ പൊന്നു, അതിൽ ആ ഒരു ഇന്നസെൻസും ഒരു സംഭവം. പിന്നെ ലാസ്റ്റ് വെട്രിമാൻ്റെ ഒരു തനതായ ഒരു കിടിലൻ പീസ് ഓഫ് ഒരു ഡയലോഗ് റൈറ്റിംഗ് ഉണ്ട്. നായയായിട്ടിരുന്ന എന്നെ നിങ്ങളൊരു മനുഷ്യനാക്കി കളഞ്ഞെന്ന്. അതിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു നായ എന്നുള്ളത്. അത് അത്ര സൂപ്പറായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു ആ ലൈനിൻ്റെ. എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് വെട്രിമാരൻ്റെ ഒരു ടിപ്പിക്കൽ ആ ഒരു തുറന്നു പറയാൻ കാണിക്കുന്ന ധൈര്യവും ആ ഒരു ഊർജവും സിനിമയിലൂടെ എന്താണ് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞു. വിസാരണൈ എന്നുള്ളൊരു സിനിമ നിങ്ങൾ കണ്ടു നോക്കണം. വെട്രിമാരൻ്റെ വേറെ ലെവൽ സാധനമാണ്. ആടുകളം മച്ചാനാണ് അതിനകത്ത്, ആടുകളല്ല നമ്മുടെ മറ്റേ മച്ചാനാണ് അതിനകത്ത്, അട്ടകത്തില മച്ചാനാണ് അതിനകത്ത് അഭിനയിച്ചേക്കണത്. അതിനകത്ത് സമുദ്രകനിയുണ്ട്. ഒരു രക്ഷയില്ലാത്ത പടം വരുന്നുണ്ട്. അതൊക്കെ ഒരുപാട്. വെട്രിമാരൻ ഈസ് എ മൈസ്ട്രോ, ഈസ് ബ്രില്യൻറ്റ്. പുള്ളി പണി അറിയാവുന്നവനാണ്. ശശികുമാർ ആയാലും ശരി, സമുദ്രകനി ആയാലും ശരി, എല്ലാവരും വൃത്തിക്ക് പണി അറിയാവുന്നവരാണ്. അതുപോലെ ആളുടെ അടുത്ത് ഉണ്ണിമൂന്തനെ പോലൊരു നടനെ കിട്ടിയപ്പോഴേക്കും ഉണ്ണിമൂന്തൻ്റെ ബെസ്റ്റ് അതിനകത്ത് കാണാൻ പറ്റി. എന്നുവെച്ചാൽ ചുറ്റും നല്ല കലാകാരന്മാരുള്ളപ്പോൾ ഒരു കലാകാരന് ഭയങ്കര ഊർജ്ജമായിരിക്കും നല്ലപോലെ അഭിനയിക്കാനും ആളുടെ സ്കില്ല് പുറത്തിറക്കാനും. മലയാളത്തിൽ പോലും ഉണ്ണിമുന്തനെ ഇത്രയും നന്നായിട്ട് ഒരു സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, ഉണ്ണിമുന്തൻ എപ്പോഴൊക്കെ പുറത്ത് പോയി അഭിനയിക്കുന്നു, മലയാളത്തിന് പുറത്ത് പോയി അഭിനയിക്കുന്നു, ഭാഗമതിയിൽ വൃത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഡയറക്ടേഴ്സുമാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ റൈറ്റേഴ്സിൻ്റെ കുഴപ്പമാണത്. ഉണ്ണിമുന്തന് ഉള്ള ഒരു നടൻ, ആ നടനെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഈ സിനിമ കണ്ടപ്പോൾ എനിക്കത് അടിവരയിട്ട് എനിക്ക് പറയാൻ തോന്നി. ഉണ്ണിമുന്തൻ വാസ് വെരി ഗുഡ് ഇൻ ദ ക്യാരക്ടർ. ഞാൻ പറയാറുണ്ട് എപ്പോഴും ഉണ്ണിമുന്തൻ എന്നുള്ള നടൻ എനിക്ക് പേഴ്സണലി ചെറിയ ലിമിറ്റഡ് ആക്ടറായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ഈ സിനിമ കണ്ടപ്പോൾ. അത് മാത്രമല്ല ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യമുണ്ട്, പുള്ളിയുടെ പൊളിറ്റിക്സ് ഒന്നും ഞാൻ കാര്യമാക്കാറില്ല. അത് പുള്ളിയുടെ മാത്രം ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ സംഭവമായിരിക്കാം. ഞാൻ പുള്ളിനെ ഒരു നടനായിട്ട് മാത്രം കാണാം. ആ പുള്ളി നന്നായിട്ട് അഭിനയിച്ചാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ തുറന്നു പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാന്ന് തുറന്നു പറയും. അത് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയുണ്ട്, ഞാനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും അതൊരിക്കലും മോശം സിനിമ ആവുന്നില്ല, ഭയങ്കര ഹിറ്റായി. എൻ്റെ അമ്മയും വൈഫിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിനിമ. അതിനുശേഷം ജയഗണേഷ് എന്നുള്ള സിനിമ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരുപാട് പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ച് ഉണ്ണിമുന്തൻ്റെ ബെസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഭാഗമതി. അയാൾ ചെറിയ റോളായിരുന്നു, നല്ല റോളായിരുന്നു. നമ്മുടെ മല്ലു സിംഗ്, എനിക്ക് പുള്ളി ആപ്റ്റാണ് ആ റോൾ, പക്കയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ പറയുന്നത് ഭയങ്കര സിനിമ അങ്ങനെയല്ല, പക്ഷേ വളരെ എൻജോയബിൾ ആയിട്ടുള്ള മൂവിയായിരുന്നു. ഉണ്ണിമുന്തൻ്റെ പെർഫോമൻസ് എനിക്ക് അതിനകത്ത് വളരെ കൺവിൻസിങ് ആയി തോന്നിയതാണ്. പിന്നെ മേപ്പടിയാൻ, എൻ്റെ ഫേവറേറ്റ് മൂവി മേപ്പടിയാനും ഇപ്പോൾ അതേ ഗരുഡനുമാണ്. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പർ. ആകെ ഒരു സങ്കടം, പുള്ളി മുടി വെട്ടിക്കളഞ്ഞു എന്നുള്ളത്. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ആൾ മുടിയൊക്കെ വെട്ടിയേക്കണായിരുന്നു. അപ്പോൾ നല്ല മുടിയായിരുന്നു, ആ മുടി വെട്ടിക്കളയണ്ടായിരുന്നു എന്നൊരു ഇതുണ്ട്. പക്ഷേ നടനാവുമ്പോൾ എപ്പോഴും ഒരേ മുടി കീപ്പ് ചെയ്യാൻ പറ്റില്ല, പല സിനിമകളൊന്നും മാറ്റേണ്ടി വരും. എന്തായാലും മികച്ച പെർഫോമൻസിലൂടെ ഉണ്ണിമുന്തൻ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല
വെട്ടിച്ചിൽ പെർഫോമൻസ്. പിന്നെ ഞാൻ ശശികുമാറിനെ ഇനി പറഞ്ഞ കാര്യമില്ല, സൂര്യയാണ് സ്റ്റാർ ഓഫ് ദ ഷോ, അതിലൊരു ഡൗട്ടില്ല. പക്ഷെ ഇവരുടെ കൂടെ സൂര്യയുടെ കൂടെ ഇവർ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുന്തനായാലും ശശികുമാറൊക്കെ ആയാലും ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു പെർട്ടിക്കുലർ സീനുണ്ട്, ആ വെട്രിമാരൻ ടച്ച് വരുന്നത്, ഒരു സംഘടന രംഗം സംഭവിക്കാൻ പോകുമ്പോൾ ഇടയിൽ കൂടെ സൂരി ഒരു വീട്ടിൽ പോയി കറി എടുക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ആ ഇമോഷൻ, അതിനകത്ത് കുറേ കാര്യങ്ങൾ കാണിക്കും. ഈ കറി തന്നുവിടാനിരിക്കുന്ന ചേച്ചിയുടെ ഒരു ഇന്ന ആളോടുള്ള സ്നേഹം, അങ്ങനെ കുറേ സാധനങ്ങൾ. അത് പറഞ്ഞ സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ഇങ്ങനെ നമുക്ക് അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ ഇയാൾ ഇമാരി ചതി ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ടിപ്പിക്കൽ വെട്രിമാരൻ സാധനമായിരുന്നു, വെട്രിമാരൻ സംഭവമാണിത്. ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് എനിക്കറിയില്ല. ഐ ആം സോ സോറി. ഇപ്പം നോക്കിയിട്ടുണ്ട്, കാരണം നോക്കിയേ പറ്റുള്ളൂ ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്നുള്ളത്. RS ദുരൈ സെന്തിൽകുമാർ. ഓ കൊടി എന്നുള്ള ധനുഷിന്റെ സിനിമയുടെ ഡയറക്ടറാണ്. എനിക്ക് ആളുടെ പേര് വെച്ചപ്പോൾ മനസ്സിലായി. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ധനുഷിന്റെ കൊടി എന്നുള്ള സിനിമ. ധനുഷ് ഡ്യുവൽ റോളും നമ്മുടെ തൃശ്ശയൊക്കെ ആയിരുന്നു സിനിമയിലുണ്ടായിരുന്നത്. അടിപൊളി പടമായിരുന്നു, എന്നെ ഞെട്ടിച്ചൊരു സിനിമയാണ്. അതുപോലെ തന്നെ കൊടിയിൽ കൂടാണ്ട് പട്ടാസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ പുള്ളി ഡയറക്ട് ചെയ്തിട്ടുണ്ടോ. പട്ടാസ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമല്ല, വേറെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊടി പുള്ളിയുടെ ഭയങ്കര നല്ല പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. എനിവേസ് ദിസ് വാസ് എ ഗ്രേറ്റ് വാച്ച്, അടിപൊളി. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. RS ദുരൈ സെന്തിൽകുമാർ ആണ് ഇതിൻ്റെ ഡയറക്ടർ എന്നുള്ളത്. പ്രൊഡ്യൂസ്ഡ് ആൻഡ് സ്റ്റോറി ബൈ വെട്രിമാരൻ. ഉറപ്പിച്ചു. കലക്കം പടം നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുന്ന ഞാൻ പറയും. ഇന്നലെ 4 സിനിമകൾ കണ്ടു. വേൾഡ് മൂവി ലവേഴ്സ് ഡേ ആയിരുന്നു, 4 പടം ഞാൻ കണ്ടു. ഈ സിനിമയ്ക്ക് 99 റുപ്പീസ് ഓഫർ ഉണ്ടായിരുന്നില്ല, ഇത് 220 റുപ്പീസിനാണ് ഞാൻ ഫോർമോൾ കണ്ടത്. പക്ഷേ ഫോർ മീ ഇറ്റ് വാസ് വർത്ത് ദ പ്രൈസ്. കിട്ടിലും പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ 4 പടത്തിൽ ഡെഫിനറ്റ്ലി ദിസ് വാസ് ഫാർ 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 ബെറ്റർ. രാവിലെ നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കണ്ടു, അതിനുശേഷം നമ്മുടെ ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 കണ്ടു, അതിനുശേഷം ഹൈക്കു ആനിമേ ജാപ്പനീസ് ആനിമേ മൂവി കണ്ടു, അതിനുശേഷം ഞാൻ പിന്നെ ഇതാണ് കണ്ടത്. പക്ഷെ ഞാൻ പറയും ദിസ് വാസ് മൈൽസ് അപ്പാർട്ട്. ഭയങ്കര അടിപൊളി. ദിസ് ഇസ് മസ്റ്റ് വാച്ച് ഡേ. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കണ്ടോ. കിട്ടിലും പടം. ഉണ്ണിമുന്തൻ ഇതുപോലെ നല്ല സിനിമകളൊക്കെ ആയിട്ട് വരിക. ഐ ആം വെരി ഹാപ്പി ഇങ്ങനൊരു സിനിമ നിങ്ങളെ കാണാൻ പറ്റിയതിന്. ഞാൻ നേരിട്ടത് ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഐ എം സോ ഹാപ്പി. നല്ലൊരു സിനിമയായിരുന്നു, വളരെ നല്ല സിനിമ, വളരെ ഭംഗിയായിട്ട് ഉണ്ണിമുന്തൻ അഭിനയിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടേ, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പോയി കണ്ടു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. വളരെ നല്ല സിനിമയായിരുന്നു. അപ്പോൾ ശരി, ബൈ.